ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകലും നമ്മുടെ നടുവിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്കൊരുമിച്ച് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവസന്നിധിയിൽ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ കർത്താവ് ഒരുക്കുന്ന നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആത്മീയ ആരാധനയ്ക്കായി ആലയത്തിൽ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തദാസനും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ പ്രാരംഭമായിട്ട് അറിയിക്കട്ടെ. ഏറിയ പ്രാർത്ഥനയോടും തികഞ്ഞ ദൈവാശ്രയത്തോടും തുറന്നുള്ള അല്പസമയങ്ങൾ നമ്മൾ ഒരുമിച്ച് ദൈവജനത്തിന് മുമ്പാകെ ആയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായം കർത്താവ് നമ്മുടെ മേൽ ചൊരിഞ്ഞ് ഇന്ന് പകൽ നമുക്കൊരുമിച്ച് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് മടങ്ങുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ ബലപ്പെടുത്തേണ്ടതിന് നമ്മെ തന്നെ ദൈവകരം കൽപ്പിച്ച് പ്രാർത്ഥനയോട് നമുക്കൊരുമിച്ച് തിരുസന്നിധിയിൽ വചനത്തിന് മുമ്പാകെ ആയിരിക്കാം. വായിച്ച അനുഗ്രഹീത സങ്കീർത്തനത്തിലേക്ക് ദൈവമക്കളുടെ ശ്രദ്ധയെ ഞാൻ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിൻ്റെ കൃപ അനുഗ്രഹങ്ങൾ കർത്താവ് നമ്മുടെ മേൽ ചൊരിയുന്നു. ദൈവിക നന്മകളാൽ കർത്താവ് നമ്മളെ നിറയ്ക്കുന്നു. അതിൻ്റെ അവസാനത്തെ വാക്യം നമുക്ക് പ്രാരംഭത്തിൽ ഒന്ന് വായിച്ച് കേൾക്കാം. മതി. വളരെ സന്തോഷത്തോടെ ആ വചനം നമ്മൾ ഏറ്റു പറയണം. എൻ്റെ പ്രാർത്ഥന തള്ളിക്കളയാത്ത ഒരു ദൈവം. നമുക്കറിയാം, പ്രാർത്ഥന അതിൻ്റെ അർത്ഥം ഒരു അപേക്ഷയാണ്. പ്രാർത്ഥന എവിടെയൊക്കെ കൊടുത്തിട്ടുള്ള എത്രയോ അപേക്ഷകളൊക്കെ പലരും തള്ളിക്കളഞ്ഞിട്ടുണ്ട്. പലപ്പോഴുമൊക്കെ പറഞ്ഞു കാണും, ഒരു അപേക്ഷ തന്നാൽ മതി. അപേക്ഷയൊക്കെ കൊടുത്തു പ്രതീക്ഷയോട് കാത്തിരിക്കുന്നു. പക്ഷെങ്കിൽ അപേക്ഷകൾ പലതും തള്ളപ്പെട്ടു. കാലങ്ങൾ മുന്നോട്ട് ചെല്ലുമ്പോൾ നമ്മൾ പറയും പ്രതീക്ഷയില്ല, അന്ന് പറഞ്ഞതാ, കൈകാര്യം ചെയ്യാം, പക്ഷെങ്കിൽ അപേക്ഷ തള്ളിക്കളഞ്ഞു. എന്നാൽ വളരെ ഗൗരവത്തോടെ ഓർക്കണം, എൻ്റെ ദൈവം എൻ്റെ അപേക്ഷ, ആ പ്രാർത്ഥന എന്നുള്ള വാക്യം എന്നൊരു പരാവർത്തനം ചെയ്ത് പറയട്ടെ. എൻ്റെ ദൈവം എൻ്റെ അപേക്ഷ എത്ര പേർക്ക് ബോധ്യമുണ്ട്? നമുക്ക് പലപ്പോഴും തോന്നും ദൈവം തള്ളിക്കളഞ്ഞോ, ദൈവത്തിൻ്റെ ലിസ്റ്റിലില്ലേ, ദൈവം ഓർക്കുന്നില്ലേ, മറന്നുപോയോ? കാരണം നമുക്കൊക്കെ വളരെ തിരക്കുള്ളവരാണ്. നമുക്കറിയാമല്ലോ, ഇന്നത്തെ ലോകത്തെക്കുറിച്ച് തന്നെ പൊതുവേ ഒരു പറച്ചിലുണ്ടല്ലോ, ഇൻസ്റ്റൻറ്റ് വേൾഡാണ്. എന്തും അന്നേരം എനിക്ക് കിട്ടിയിരിക്കണം, കാത്തിരിക്കാനുള്ള ക്ഷമയില്ല. എന്നാൽ വചനത്തിന് മുമ്പാകെ, ദൈവത്തിൻ്റെ മുമ്പാകെ ദൈവമക്കൾ മനസ്സിലാക്കണം, ഞാൻ ചില കാര്യങ്ങൾക്കൊക്കെ കാത്തിരുന്നേ പറ്റത്തുള്ളൂ. ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു, അപേക്ഷിച്ചു, പക്ഷെങ്കിൽ എൻ്റെ അപേക്ഷയ്ക്ക് മറുപടിയുണ്ട്, എൻ്റെ സമയത്ത് ലഭിച്ചില്ല എന്ന് കണ്ട് നിരാശപ്പെടാതെ പകരം ഇങ്ങനെ പറയണം, എൻ്റെ അപേക്ഷ തള്ളിക്കളയാത്ത ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് എത്ര പേർക്ക് ധൈര്യത്തോടെ പറയാൻ കഴിയും? എൻ്റെ അപേക്ഷ തള്ളിക്കളയാത്ത ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഓരോ ദിവസവും പുതിയ വിഷയങ്ങൾ നിങ്ങൾ ദൈവത്തോട് പറയുമായിരിക്കും, പുതിയ അപേക്ഷകൾ കൊടുക്കുന്നുണ്ടായിരിക്കും. പഴയതിന് മറുപടി കിട്ടിയിട്ടില്ല, അന്നേരവും പ്രാർത്ഥിക്കുമ്പം പുതിയ അപേക്ഷ കൊടുത്തേച്ച് കൂട്ടത്തിൽ ഒരു വാക്കൂടെ പറ, എൻ്റെ അപേക്ഷ തള്ളിക്കളയാത്ത ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവം മറന്നിട്ടില്ല, ദൈവത്തിന് മറവിയില്ല. റൈറ്റ് ടൈമിൽ ദൈവം ആ അപേക്ഷയ്ക്ക് മറുപടി നൽകി നമ്മളെ ആദരിക്കാൻ മതിയായ ദൈവമാണ്. ആ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ദൈവകരങ്ങളിലൊക്കെ നമ്മെ തന്നെ ഏൽപ്പിച്ച് പ്രാർത്ഥനയോടെ ആയിരിക്കും നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി 66-ാം സങ്കീർത്തനത്തിൻ്റെ 10-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. ആ വചനത്തിൽ നിന്നുകൊണ്ട് ചില ചിന്തകൾ ഓർപ്പിച്ചെൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. മതി. സങ്കീർത്തനക്കാരൻ അവിടെ പറഞ്ഞ ചില പദങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചല്ലോ. ദൈവമേ നീ ഞങ്ങളെ. അങ്ങനെയെങ്കിൽ നമ്മൾ ഒരുമിച്ച് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്, ദൈവം പരിശോധിക്കുന്ന ദൈവമാണ്. തൻ്റെ മക്കളെ ദൈവം പരിശോധിക്കും. ദൈവത്തിന് ദൂരത്ത് നിന്ന് തന്നെ നമ്മളെ അറിയാം, നമ്മുടെ നിലവുകൾ അറിയാം, നാം ആരാന്നറിയാം. എന്നാൽ പലപ്പോഴും എന്തിനാ ദൈവം പരിശോധിക്കുന്നത്? ഞാൻ മുമ്പൊരിക്കൽ മറ്റൊരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഭാഗം പറഞ്ഞതാണ്. ദൈവം പരിശോധിക്കുന്നത് ദൈവത്തിന് അറിയാൻ വേണ്ടിയല്ല, എന്നെ ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. ഞാൻ പറഞ്ഞ ഉദാഹരണം കുഞ്ഞുങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. പരീക്ഷ ഇടുന്നത് എന്തിനാ മക്കളെ? നിങ്ങൾക്ക് വല്ലതും അറിയാമോ എന്ന് അറിയാൻ വേണ്ടിയാണ്. അപ്പം പരീക്ഷയുടെ മുമ്പിൽ പരീക്ഷയിട്ട ടീച്ചേഴ്സിനെയോ ആ
എഡ്യൂക്കേഷൻ ബോർഡിനെയോ യൂണിവേഴ്സിറ്റിയോ ഒന്നും പറയല്ലേ. പരീക്ഷ എന്തിനാ? എനിക്കെന്തോ അറിയാമെന്ന് എന്നെ ബോധ്യപ്പെടുത്താനാണ്. അപ്പം ദൈവം എന്നെ എന്തിനാ പരിശോധിക്കുന്നത്? ഞാൻ ആരാണെന്ന് ഞാനൊന്നറിയാനാണ്. നമ്മുടെയൊക്കെ ധാരണ നമ്മളാരാ? നമ്പർ 1 വിശുദ്ധന്മാർ, ഭക്തന്മാർ, ഞങ്ങളെപ്പോലെ ആരുണ്ട്? നമ്മുടെയൊക്കെ അറിയാതെ ഉള്ളിൽ കയറിയേക്കുന്ന ചിന്തയാ, ഇന്നാരും ഇന്നാരെ പോലെ ഒന്നുമല്ല ഞാൻ, ഐ ആം സംതിങ്. ദൈവം പരിശോധിക്കുന്നത് ഞാൻ ആരാണെന്ന് എന്നെ ഒന്ന് ബോധ്യപ്പെടുത്താനാണ്. ദൈവത്തിൻ്റെ പരിശോധനയെക്കുറിച്ച് അല്പം കൂടെ ആഴത്തിലേക്ക് നമ്മൾ ഇറങ്ങി വരുമ്പോൾ, ഈ പരിശോധനയിലൂടെ ദൈവത്തിന് നമ്മളെ ഉയർത്താനും പദ്ധതിയുണ്ട്. നമുക്കറിയാം, ടെസ്റ്റുകൾ, പരിശോധനകൾ, ഇൻ്റർവ്യൂകളൊക്കെ നടക്കുന്നത് ഇപ്പോഴായിരിക്കുന്ന നിലവാരത്തിൽ നിന്ന് നമ്മളെ ഉയർത്തിക്കൊണ്ടുവരാനാണ് പലപ്പോഴും പരിശോധന നടക്കുന്നത്. എങ്ങനെയെങ്കിൽ ഒന്ന്, ഞാൻ പറഞ്ഞു, ദൈവം എന്നെ പരിശോധിക്കുന്നത് എൻ്റെ നിലവാരം എന്തെന്ന് എനിക്ക് മനസ്സിലാകണം. 2, ആ നിലവാരത്തിൽ ഞാൻ മുന്നോട്ട് കയറുമ്പോൾ, ഞാൻ വിജയിയാകുമ്പോൾ എനിക്ക് ഉയർച്ച തരാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. യാക്കോബ് അപ്പോസ്തലൻ പറയുന്നൊരു വാചകം നമുക്കറിയാം, വായിക്കണമെന്നില്ല. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം. അങ്ങനെയെങ്കിൽ പരിശോധിക്കുന്നത് എന്നെ കൊള്ളാമോ എന്ന് തെളിയിക്കാനാണ്. കൊള്ളാകുന്നവനായി തെളിഞ്ഞാൽ എനിക്ക് ജീവകിരീടം തന്നെ മാനിക്കാനായിട്ട് ദൈവം മതിയായവനാണ്. അങ്ങനെയെങ്കിൽ പരിശോധനയുടെ മുമ്പിൽ ദൈവമക്കൾ തിരിച്ചു പറയണം, ദൈവമേ, നീ എന്നെ പരിശോധിക്കുന്നതിനായി സ്തോത്രം. എന്നെ കൊള്ളാമോ എന്നറിയാനായിട്ട് നടത്തുന്ന ടെസ്റ്റിനായി സ്തോത്രം. ഈ ടെസ്റ്റ് പാസ്സായാൽ എനിക്ക് കിട്ടുന്ന പ്രൊമോഷനായി സ്തോത്രം. ഇനിയും വേഗത്തിൽ ഞാൻ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. ഈ പരിശോധന നമുക്കറിയാം, ഭൂമിയിലെ സകല കാര്യങ്ങളും പരിശോധിച്ചെടുക്കുന്ന, ശോധന ചെയ്യുന്ന. നമുക്കറിയാം, സ്വർണം ഭൂമിക്കടിയിൽ നിന്നാണ് കിട്ടുന്നത്, മണ്ണിൽ നിന്നാണ്. ചില സ്ഥലത്തെ മണ്ണിനകത്ത് സ്വർണ്ണത്തരികളുണ്ട്. കോരിയെടുത്ത ഉടനെയൊന്നും സ്വർണ്ണമാകത്തില്ല. വളരെ പ്രോസസ്സിലൂടെ ആ മണൽത്തരികൾ കടന്നു പോകണം. നമുക്കറിയാം, വെള്ളി, ചെമ്പ്, ഇരുമ്പ്, ഇതെല്ലാം എവിടെ നിന്ന് എടുക്കുന്നത്? മണ്ണിൽ നിന്നാണ്. മണ്ണിൽ നിന്നെടുക്കുന്നതിന് ശോധന ചെയ്ത് ഷേപ്പ് വരുത്തുമ്പോൾ അതിൻ്റെ വില മാറും. ഭൂമിക്കടിയിൽ ഏതോ പ്രത്യേക സ്ഥലത്ത് കിടന്ന സ്വർണ്ണത്തരികൾ ഇതിനെ ചേർത്തെടുത്ത് അതിന് കൊടുക്കേണ്ട ആ പരിശോധന നടത്തി അത് പ്രോസസ്സിലൂടെ കടന്നുപോയി അതൊരു ഷേപ്പുള്ള ആഭരണമാകുമ്പോൾ അതിൻ്റെ വില മാറും. നമുക്കറിയാം, മണ്ണിനടിയിലുള്ള ഇരുമ്പ്, അതും പ്രോസസ് പല പദ്ധതിയിലൂടെ കടന്നുപോയി കഴിയുമ്പോൾ അത് മൂർച്ചയുള്ള ഒരു ആയുധമായി മാറും. ഇതിനെ എല്ലാം ആ രീതിയിലാക്കി തീർത്തത് ചില ശോധനകളാണ്. അങ്ങനെയെങ്കിൽ വളരെ ഗൗരവത്തോടെ ഓർക്കണം, ദൈവത്തിൻ്റെ ചില ശോധന എന്നെ എന്തോ ആക്കാനാ. ഒന്നുകൂടെ പറഞ്ഞോട്ടെ, ഒന്നുമല്ല തന്നെ എന്തെങ്കിലും ആക്കാൻ ദൈവം നടത്തുന്ന ശോധനയുടെ നടുവിൽ സ്തോത്രത്തോടെ പറഞ്ഞോണം, കർത്താവേ, എന്നെ പണിയുന്നതിനായി സ്തോത്രം. ചില തരികളായി ആർക്കും വേണ്ടാത്ത വിലയില്ലാത്ത കിടന്ന എന്നെ കർത്താവേ അങ്ങ് ഈ വിലയുള്ള വ്യക്തിയാക്കി മാറ്റാനായിട്ട് നടത്തുന്ന ശോധനയ്ക്കായി ഞാൻ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. തീർച്ചയായിട്ടും ഈ ശോധനയിലൂടെ കടന്നു പോകുമ്പോൾ ആരും ഇത് ഇഷ്ടപ്പെടത്തില്ല. ശോധന ആർക്കും ഇഷ്ടമല്ല, ടെസ്റ്റ് ആർക്കും ഇഷ്ടമല്ല, പരീക്ഷ ആർക്കും ഇഷ്ടമല്ല. പക്ഷെങ്കിൽ ഓർത്തോണം, ഇതിലൂടെയാണ് ഞാൻ മാറ്റു തെളിയിക്കുന്നത്. അതിനുവേണ്ടിയാണ് ദൈവം എന്നെ ശോധന ചെയ്യുന്നത്. ഇയ്യോബിന്റെ അനുഭവത്തിൽ തൻ്റെ ഒരു വാക്ക് നമുക്ക് വായിച്ചു കേട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. ഇയ്യോബിന്റെ പുസ്തകം 28-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 1-2 വാക്യങ്ങളൊന്ന് വായിച്ചോളൂ. ആ ആ ആ മതി. ആ വായിച്ച ഭാഗം നമ്മൾ ശ്രദ്ധിച്ചല്ലോ. ഇയ്യോബ് പറയുകയാണ്, വെള്ളിക്കൊരു ഉത്ഭവസ്ഥാനം, പൊന്നൂതി കഴിപ്പാൻ ഒരു സ്ഥലമുണ്ട്, ഇരുമ്പ് മണ്ണിൽ നിന്നെടുക്കുന്നു, കല്ലുരുക്കി ചെമ്പെടുക്കുന്നു. അടുത്ത വാക്യം കൂടെ വായിച്ചോളൂ. മനുഷ്യൻ അന്ധകാരത്തിന് അതിർ വയ്ക്കുന്നു. ആ ആ കൂരിരുളിലെയും അന്ധതമസിലെയും കല്ലിനെ അങ്ങേയറ്റം വരെ എന്തിനാ ശോധന ചെയ്യുന്നത്? ഇതിൽ നിന്ന് ചിലതൊക്കെ എനിക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ. ഇയ്യോബ് തൻ്റെ കഷ്ടതയുടെ നടുവിൽ തൻ്റെ സ്നേഹിതന്മാരുടെ ചോദ്യത്തിന് മറുപടിയായിട്ട് താൻ അവിടെ പറയുന്നൊരു വാക്കാണ് നമ്മൾ വായിച്ചു കേട്ടത്. എന്തിനായി ശോധനയെന്ന് ചോദിച്ചപ്പോൾ താൻ പറഞ്ഞു, ഇരുമ്പെടുക്കാൻ ശോധനയുണ്ടല്ലോ. അവിടെ വായിച്ച ഭാഗം നമ്മൾ വായിച്ചല്ലോ. പൊന്ന് ഊതിക്കഴിക്കാൻ, വെള്ളിക്കൊരു ഉത്ഭവസ്ഥാനം,
പൊന്ന് ഊതിക്കഴിപ്പാൻ ഒരു സ്ഥലം, ഇരുമ്പ് മണ്ണിൽ നിന്നെടുക്കുന്നു, കല്ലുരുക്കി. ഇതെല്ലാം തന്നെ സുരേഷന്മാരോട് പറയുകയാണ്, ഇതൊക്കെ മണ്ണിൽ നിന്ന് ശോധന ചെയ്തെടുക്കുന്നെങ്കിൽ മണ്ണിൽ നിന്നെടുത്ത എന്നെയും ദൈവം എന്തോ ചെയ്യും? ശോധന ചെയ്യും. നമുക്ക് കേൾക്കാൻ ഇഷ്ടമില്ലാത്ത, സംഭവിക്കരുതെന്ന് ആഗ്രഹിക്കുന്നതാണ് ശോധന. പക്ഷെങ്കിൽ വചനത്തിലൂടെ ഞാൻ പറഞ്ഞോട്ടെ, കല്ല് ഉരുക്കി ചെമ്പെടുക്കുമ്പോൾ കല്ലിന് വിലയില്ല, ചെമ്പാവുമ്പോൾ വിലയായി. സ്വർണ്ണത്തരികൾക്ക് വിലയില്ല, പക്ഷെ അത് സ്വർണ്ണമാകുമ്പോൾ വിലയായി. ഈ പറയുന്നത് ഓരോന്നും അതിൻ്റെ ഉത്ഭവസ്ഥാനത്ത് നിന്ന് ശോധന ചെയ്തെടുത്ത് വിലയുള്ളതായി മാറ്റുള്ളതായി മാറ്റാൻ അതിൻ്റെ ആ പ്രത്യേക വൈദഗ്ധ്യമുള്ള ആൾക്കാർക്ക് അറിയാമെങ്കിൽ, മണ്ണിൽ നിന്നെടുത്ത എന്നെ ശോധന ചെയ്ത് എന്നെ മാറ്റുകൂട്ടാനായിട്ട് എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്യുന്ന ചില ശോധനയുടെ നടുവിൽ നോ പറയാതെ ദൈവത്തോട് പറ, കർത്താവേ, എൻ്റെ മാറ്റുകൂട്ടാനായിട്ട് മണ്ണിൽ നിന്നെടുത്ത് എന്നെ ശോധന ചെയ്യാൻ അങ്ങയ്ക്ക് പദ്ധതിയുണ്ടെങ്കിൽ ഞാൻ തയ്യാറെന്ന് പറയാമോ? നാളുകളിൽ നിന്റെ വില മാറും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇന്നത്തെ ശോധന നാളുകളിൽ വിലയുള്ളതായി മാറും. ഇന്ന് ഞാൻ കടന്നു പോകുന്നത് ശോധനയിലൂടെയാണ്, വേദനയിലൂടെയാണ്. ഇത് ആരോട് പറയും? ആർക്ക് മനസ്സിലാകും? ആർക്കിത് തിരിച്ചറിയാൻ കഴിയുമെന്ന് നീ ഉള്ളത്തിൽ ഭാരപ്പെടുന്നുണ്ടായിരിക്കാം. എന്നാൽ ഒരു സത്യം തിരിച്ചറിഞ്ഞോണം, ഈ ശോധന എന്തിനാ? എന്നെ വിലയുള്ളതാക്കി മാറ്റാനാ. ഈ വെളിപ്പാട് നമുക്കൊക്കെ കിട്ടാമെങ്കിൽ രക്ഷപ്പെട്ടു. ഈ വെളിപ്പാട് കിട്ടും ഒടുവിൽ. എപ്പോഴാണെന്നറിയാമോ? ശോധനയൊക്കെ കഴിയുമ്പോൾ നമുക്ക് വെളിപ്പാട് കിട്ടും. ദൈവമേ, ശോധന ചെയ്ത് എന്തിനാ? ഇതാദ്യമേ കിട്ടാമെങ്കിൽ സ്തോത്രം പറഞ്ഞങ്ങ് പോകല്ലോ. ദൈവമക്കളെ, ഞാൻ ഒന്നുകൂടെ പറഞ്ഞോട്ടെ, ഇതൊന്നും മാനുഷികമായി കിട്ടത്തില്ല. ദൈവത്തോട് പറ, എനിക്ക് കൃപ തരാൻ പറ. നമ്മൾക്ക് പലപ്പോഴും ശോധനയുടെ നടുവിൽ പിറുപിറുക്കും. അത് മാനുഷികമാണ്, സ്വാഭാവികമാണ്, അത് മനുഷ്യത്വമാണ്. ചിലപ്പം ദൈവത്തെ കുറ്റം പറയും. ഇതെല്ലാം കഴിഞ്ഞ് ഈ ശോധനയിൽ എനിക്കുള്ള നല്ല റിസൾട്ട് കിട്ടുമ്പോൾ ഞാൻ സ്തോത്രം പറയുമ്പോൾ പുറകോട്ടൊന്ന് നോക്കുമ്പോൾ, അയ്യോ, ഞാൻ എന്ത് കുറ്റം ദൈവത്തെ പറഞ്ഞു, ഞാൻ എന്തുമാത്രം പിറുപിറുത്തു. ഞാൻ പറഞ്ഞല്ലോ, തുടക്കത്തിൽ തിരിച്ചറിഞ്ഞോണം, എൻ്റെ വില കൂട്ടാൻ, എൻ്റെ മാറ്റു വർദ്ധിപ്പിക്കാൻ എൻ്റെ ദൈവത്തിന് പദ്ധതിയുള്ളത് കൊണ്ട് എൻ്റെ ദൈവം എന്നെ കടത്തിവിടുന്ന ചില ശോധനയുടെ നടുവിൽ, കർത്താവ്, ഈ എല്ലാം കഴിഞ്ഞിട്ട് സ്തോത്രം ചെയ്യാൻ നിൽക്കാതെ ഇപ്പോഴേ സ്തോത്രം ചെയ്യാനുള്ള കൃപ തരണമേ. ദൈവത്തെ തിരിച്ചറിയാമോ? സ്തോത്രം ചെയ്യാൻ പറ്റും. ഞാൻ പലപ്പോഴും ഓർക്കാറുള്ളൊരു ചിന്തയുണ്ട്. ചെങ്കടലിൻ്റെ ഇങ്ങേക്കര നമുക്കറിയാമല്ലോ, ഈജിപ്തിൻ്റെ കര. അവിടെ പിറുപിറുപ്പ, അവിടെ മത്സരമാ, അവിടെ കോപമാ. എന്നാൽ അങ്ങേക്കര മരുഭൂമിയോടെ ചേർന്ന കരയിൽ എന്തുവാ? നൃത്തമാ. മിരിയാം ഏകദേശം 90 വയസ്സ് പ്രായമുണ്ട്. അമ്മച്ചി തപ്പെടുത്ത് നൃത്തം ചെയ്തപ്പോൾ മറ്റു സഹോദരിമാർക്ക് നൃത്തം ഒക്കത്തില്ല. ഇവരൊന്നിച്ച് ദൈവത്തെ പാടി ആരാധിക്കുന്ന ഒരു ആരാധനയുണ്ട്. ഞാൻ ചോദിച്ചോട്ടെ, അന്യക്കരയിൽ വന്നപ്പോൾ ഇവർ ചിലത് കണ്ടു. അവരെ പീഡിപ്പിച്ചവർ ചത്തുമലച്ച് വെള്ളത്തിൽ കിടക്കുന്ന കുതിരകളെ കണ്ടു, കുതിരക്കാരെ കണ്ടു. ആ പട്ടാളക്കാരെ കണ്ടപ്പോൾ ഇവർ സ്തോത്രം ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തിയ ഈ ജനത്തിന് അങ്ങേക്കരയിലും ഇത്തരം ഒരു നൃത്തം നടത്തി കൊടുത്തില്ലായിരുന്നോ? അങ്ങേക്കരയിൽ മനസ്സിൽ മുഴുവൻ ആദിയാ. വല്ലതും നടക്കുമോ? ശോധനയാ, പ്രശ്നമാ, വേദനയാ. എന്നാൽ ഇന്ന് പകൽ ദൈവമക്കളെ ഞാൻ വിളിച്ചു പറഞ്ഞോട്ടെ, ദൈവത്തോട് പറ, കർത്താവേ, ചെങ്കടലിന്റെ ഇങ്ങേ കരയിൽ വെച്ച് തന്നെ എനിക്കൊരു വെളിപ്പാടുക. ഈ പ്രശ്നം മാറ്റും, ഈ ശോധന മാറി ഞാൻ തുള്ളിച്ചാടത്തക്ക രീതിയിൽ എന്റെ ജീവിതത്തിൽ ദൈവത്തിന് ചെയ്യാൻ ചില പദ്ധതികളുണ്ട്. ഈ ബോധ്യം എനിക്ക് ഇന്നേ താ കർത്താവേ. ഇങ്ങേ കരയിലെ തുള്ളിച്ചാടിക്കോ. അങ്ങേ കരയിൽ നിന്റെ ആനന്ദം ദൈവത്തിന് സ്തോത്രമായി മാറട്ടെ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, കർത്താവേ, ഈ വെളിപ്പാട് എനിക്ക് തരണമേ. ഞാൻ പറഞ്ഞാൽ ഈ വെളിപ്പാട് നഷ്ടമാകുന്നതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിരാശയും പിറുപിറുപ്പും ആകുലതയും എല്ലാം കയറി വരുന്നതിന്റെ കാരണം. അങ്ങേ കരയിലെത്തിയിട്ടേ പലതും മനസ്സിലാകത്തുള്ളൂ. ഇനി ഞാൻ ഭാഗം പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. ചെങ്കടലിന്റെ ഇങ്ങേ കരയിരുന്ന ജനത്തിന്റെ മനസ്സ് സ്വസ്ഥമല്ല, അസ്വസ്ഥമാണ്. പക്ഷേ അങ്ങേക്കരയിൽ എത്തുന്നത് വരെ, ഇനി ഞാൻ ഒരു ഭാഗം കൂടെ പറയാം. ഈ ചെങ്കടലിൻ്റെ നടുവിൽ കൂടെ കടക്കുമ്പോഴും നിങ്ങൾ ശരിക്കും മനസ്സിരുത്തി ചിന്തിക്കണം, ഇവർ കൈയടിച്ചുകൊണ്ടാണോ പോകുന്നത്? നല്ല ടെൻഷനുണ്ട്. അപ്പം ഈ വെള്ളം വല്ലോ ഇടിഞ്ഞ് വീണാലോ,
പിന്നെ രണ്ടും കൽപ്പിച്ചിറങ്ങിയതാ, ഇവിടെ നിന്നാൽ ഫറവോൻ കൊല്ലും, ഇനി വെള്ളം വീണാൽ എന്താ ആരും മിണ്ടാത്ത. അവരുടെ ചിന്ത ഏതായിരിക്കും? ഇനി അവരെ വിടുന്നേ നമ്മുടെ ചിന്ത നമ്മുടെ ചിന്ത എന്തുമായിരിക്കും? എടാ നിന്നാൽ അയാൾ കൊല്ലും, എന്നാൽ പിന്നെ ഒത്താലൊക്കട്ടെ, അക്കരെ ചെന്നാൽ ചെല്ലാം, അല്ലെങ്കിൽ വെള്ളത്തിൽ പോകുന്ന പൊക്കോട്ടെ. ഇവർ സ്തോത്രം ചെയ്യാൻ തുടങ്ങിയത് എപ്പോഴാണ്? പുത്തൻ വഴി കണ്ടിട്ടൊന്നും സ്തോത്രം ചെയ്തില്ല. ചെങ്കടലിലൂടെ ഇതുവരെ ആരും പോയിട്ടില്ലാത്ത വഴി കൂടെ പോയപ്പോഴൊന്നും സ്തോത്രം വരുന്നില്ല. അക്കരെ ചെന്ന് അവരെ പീഡിപ്പിച്ചവർ, അവരെ ഉപദ്രവിച്ചവർ, അവരുടെ വീഴ്ച കണ്ടു അവരിനി ഇല്ലെന്ന് കണ്ടപ്പോഴാണ് സ്തോത്രം വരുന്നത്. കൃപ, ദൈവകൃപ. ദൈവമക്കളെ, ഞാൻ വീണ്ടും പറയുന്നു, ചെങ്കടലിന്റെ ഇങ്ങേ തീരം മുതൽ അങ്ങേ തീരം വരെയുള്ളതായ ആ കാലങ്ങൾ ഇവർ കടന്നുപോയത് ടെൻഷനിലൂടാണെങ്കിൽ ഇന്ന് പകൽ വിളിച്ചു പറയട്ടെ, ദൈവത്തോട് പറ, കർത്താവേ ഇങ്ങേ തീരത്ത് തന്നെ കാര്യം മനസ്സിലാക്കാനുള്ള കൃപ എനിക്ക് തരണം കർത്താവേ. നേരത്തെ അഡ്വാൻസ് ആയിട്ട് സ്തോത്രം ചെയ്യാൻ എന്നെ ബലപ്പെടുത്തണമേ. ഇന്ന് പകൽ എത്ര പേർ പ്രാർത്ഥിക്കാൻ തയ്യാറാകും? അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ കൃപ തരാൻ ദൈവം വിശ്വസന. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇനി വേഗത്തിൽ ഞാൻ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. ശോധനയിലൂടെ കടന്നു പോകുമ്പോൾ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ളതായ ചില കാര്യങ്ങൾ ദൈവമക്കളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. ദൈവം ശോധന ചെയ്യുന്ന ദൈവം. മലാഖിയുടെ പ്രവചനം 3-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം വായിച്ചോളൂ. മതി. അവിടെ വായിച്ച ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. ആ വാക്യം ഒരിക്കൽ കൂടെ ഒന്ന് വായിക്കാമോ? അവൻ ഊതിക്കഴിക്കുന്നവനെ പോലെയും വെള്ളി ശുദ്ധി വരുത്തുന്നവനെ പോലെയും മതി. അവിടെ വായിച്ചൊരു പ്രത്യേക പദങ്ങൾ ശ്രദ്ധിച്ചെന്ന് കരുതുന്നു. ലേവി പുത്രന്മാരെ ശുദ്ധീകരിച്ച്. അടുത്ത വാചകം കൂടെ മതി. നമുക്കറിയാം, 12 ഗോത്രങ്ങളിൽ കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിച്ച ഗോത്രമാണ് ലേവി ഗോത്രം. അങ്ങനെയെങ്കിൽ മറ്റ് പലർക്കും ഇല്ലാത്ത ശോധന ആർക്കുണ്ട്? ലേവിക്കുണ്ട്. ഞാൻ പറഞ്ഞാൽ ഇതൊക്കെയാണ് നമുക്ക് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ട്. കർത്താവ് എൻ്റെ അയൽവക്കത്ത് ദൈവത്തെ വിളിക്കാത്തവനില്ലാത്ത, സമുദായക്കാരനില്ലാത്ത, ജാതീയനില്ലാത്ത, പ്രാർത്ഥിക്കാത്തവനില്ലാത്ത ശുദ്ധീകരണം ആർക്കുണ്ട്? ലേവിക്കുണ്ട്. ലേവിയാണോ? പുരോഹിതവർഗമാണോ? ദൈവം വിളിച്ചതാണോ? നിന്നെ അല്പം കൂടെ പ്രയോജനപ്പെടുത്താൻ ദൈവത്തിന് പദ്ധതി ഉള്ളതുകൊണ്ട് ലേവി പുത്രന്മാരെ ശുദ്ധീകരിക്കും. തെറ്റിദ്ധരിക്കരുത്, ദൈവത്തെ പഴി പറയരുത്. ഇന്നാർക്കില്ലാത്തത് എനിക്ക് എന്തുകൊണ്ട് വന്നു? ഞാൻ ഉപവസിക്കുന്ന ആളല്ലേ, ആരാധനയ്ക്ക് പോകുന്ന വ്യക്തിയല്ലയോ, ദൈവനാമത്തിന് വേണ്ടി നിൽക്കുന്ന വ്യക്തിയല്ലയോ ആന്നു, അതുകൊണ്ടാണ് നിന്നെ ശുദ്ധീകരിക്കുന്നത്. ഈ ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവരും വചനത്തിലേക്ക് ഒന്ന് നോക്കിക്കാട്ടെ. ഒരിക്കൽ കൂടെ ആ വാക്യം ഒന്ന് വായിച്ചോളൂ, എല്ലാവരും ശ്രദ്ധിച്ചോളൂ. മതി. ലേവി പുത്രന്മാരെ ശുദ്ധീകരിച്ച് പൊന്നുപോലെയും വെള്ളി പോലെയും തീർന്നില്ല. അങ്ങനെ മതി. അപ്പം ശുദ്ധീകരണം ആർക്കുണ്ട്? കൂടുണ്ടോ നിങ്ങൾ? ആർക്കാ ശുദ്ധീകരണം? ലേവി മക്കൾക്ക്, ദൈവത്താൽ സ്പെഷ്യലി തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക്, ആരാധിക്കുന്നവർക്ക്, ദൈവം സെലക്ട് ചെയ്തവർക്ക്. ബാക്കി 11 ഗോത്രത്തിന് ഇല്ലാത്ത ചില ശുദ്ധീകരണം ലേവിക്കുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങൾ പറയണം, കർത്താവേ ശുദ്ധീകരണം അല്ലെങ്കിൽ ശോധന ചെയ്യുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം ഞാൻ ലേവിയാണ്. ദൈവം എന്നെ തിരഞ്ഞെടുത്തത് കൊണ്ട് എനിക്ക് തരുന്ന ശോധനയ്ക്കായി ഞാൻ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. 1-2 വാക്യങ്ങളോട് വേഗത്തിൽ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. പത്രോസിന്റെ ലേഖനത്തിലേക്ക് ഒന്ന് വന്നിട്ട് നമുക്കറിയാവുന്ന ചില വചനങ്ങളാണെങ്കിലും ചില വചനങ്ങൾ വായിച്ചു കേൾക്കുന്ന നമുക്ക് അനുഗ്രഹമായിരിക്കും. 1 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം വായിച്ചോളൂ. മതി. അതിൻ്റെ തൊട്ട് മുകളിലത്തെ വാക്യം കൂടെ ഒന്ന് വായിച്ചേക്കാമോ? നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു. കാരണം
അഴിഞ്ഞു പോകുന്നതും ഒഴിച്ചോളൂ. ആ മതി. എന്നെ ശോധന ചെയ്തത്, എന്നെ ശുദ്ധീകരിച്ചത് എൻ്റെ വിശ്വാസത്തിൻ്റെ പരിശോധന. ഇത് മാനത്തിന് പ്രശംസയ്ക്കും കാരണമാകുമെന്ന് ദൈവസന്നിധിയിൽ തെളിവാകുന്ന ഒരു ദിവസമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, വീണ്ടും ആ ഭാഗം ആവർത്തിച്ച് പറയുന്നു. ഒരു ശോധനയിലൂടെ കടന്നു പോകുന്ന ദൈവപൈതൽ പറയണം, ഈ എന്നെ മാനിക്കാൻ എൻ്റെ ദൈവത്തിന് പദ്ധതി ഉള്ളത് കൊണ്ട് തന്ന ശോധന. പക്ഷെങ്കിൽ ഈ ഇടവേളയിൽ ചെയ്യേണ്ടതാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. 6-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത്, അതിൽ നിങ്ങളിപ്പോൾ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആ ദുഃഖത്തിനിടയിൽ എനിക്ക് എന്തുണ്ടാകണം? ആനന്ദമുണ്ടാകണം. കഠിനമായ വേദന, അത് വേദനയാ. ആത്മീയനാണെന്ന് പറഞ്ഞ് വേദനയൊന്നും പോകത്തില്ല. എത്ര നമുക്കറിയാം, നമ്മൾ മനുഷ്യരാ. ഒരു രോഗം ബാധിച്ചു, അതിൻ്റെതായ കെടുതി നമ്മുടെ ആത്മീയത്തിൻ്റെ കൂടുതൽ കൊണ്ട് എൻ്റെ ശരീരത്തിൽ നിന്ന് അത് ആ സമയത്ത് ചിലപ്പോൾ മാറണമെന്നില്ല. ഞാനത് ചിലപ്പോൾ അനുഭവിക്കേണ്ടി വരും. ഇത് അനുഭവിക്കുമ്പോഴും ഞാൻ എന്ത് ചെയ്യണം? ആനന്ദിക്കണം. കാരണം ഇതെന്തിനാ? ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ, ആ വാക്യം ഭാവിച്ചങ്ങനെയാണ്, ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണാൻ ഇടവരുത്തേണ്ടതിന് ദൈവം ഇപ്പോൾ എന്നെ പരിശോധിക്കുന്നത് പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനും കാരണമാകുന്നതാണ്. ഈ ബോധ്യം ഉണ്ടെങ്കിൽ, ദൈവത്തോട് ചോദിച്ച് ഈ ബോധ്യം വാങ്ങിയാൽ, ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ദുഃഖത്തിന്റെ നടുവിലും എനിക്കൊരു ആനന്ദമുണ്ട്. കാരണം എനിക്ക് പുകഴ്ച കിട്ടാൻ പോവുക, എനിക്ക് തേജസ് വർദ്ധിക്കാൻ പോവുകയാണ്, എന്നെ ദൈവം മാനിക്കാൻ പോവുകയാണ്. ഈ ബോധ്യത്തോട് ദൈവത്തോട് പറ, കർത്താവേ, ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആ ദുഃഖത്തിന്റെ നടുവിലും ഇതോർത്ത് ആനന്ദിക്കാനുള്ള കൃപ എനിക്ക് തരണമേ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. തീർച്ചയായിട്ടും ദൈവമക്കളെ, ദൈവം അതിന് നമുക്കിട വരുത്തും. നമ്മൾ ആ പ്രാർത്ഥനയോട് തന്നെ ദൈവസന്നിധിയിലായിരിക്കാം. ഞാൻ വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോയി ചില കാര്യങ്ങളോട് ഉറപ്പിച്ച് എൻ്റെ വാക്കുകൾ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ ശുദ്ധീകരണം കൊണ്ട്, അല്ലെങ്കിൽ ഈ ശോധന കൊണ്ട്, ഞാൻ പറഞ്ഞല്ലോ, ചിലതൊക്കെ നഷ്ടമാകും, അപ്പോൾ തന്നെ ചില നേട്ടമുണ്ട്. സദൃശ്യവാക്യത്തിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധയൊന്ന് കൊണ്ടുവരാം. സദൃശ്യവാക്യങ്ങൾ 25-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? വെള്ളിയിൽ നിന്ന് കീടം നീക്കിക്കളഞ്ഞാൽ മതി. വെള്ളിയിൽ നിന്നും കീടം നീക്കിക്കളഞ്ഞാൽ തട്ടാനൊരു, അപ്പം തട്ടാൻ വെള്ളിയോ പൊന്നോ എടുത്ത് തീയിലിടുന്നത് എന്തിനാ? കീടം മാറ്റാൻ. അതിനകത്ത് വേണ്ടാത്ത എന്തൊക്കെയോ ഉണ്ട്. ഞാൻ ആ പ്രോസസ്സിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല, ഒത്തിരി നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. തീയിലിടുന്നതും ശോധന ചെയ്യുന്നതിനെ കുറിച്ച് കേട്ടിട്ടുള്ളൂ, ഞാൻ ആ ഭാഗത്തേക്ക് ഇറങ്ങുന്നില്ല. ഇതിനെ തീയിലിടുന്നത്, ഇതിനകത്ത് വേണ്ടാത്ത ചിലതുണ്ട്. ഈ വേണ്ടാത്തതിനെ കത്തിച്ചു കളവാൻ വേണ്ടി തട്ടാൻ തീയിലിടും. തീയിലിട്ട് കീടം മാറിക്കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്താ? ഒരു ഉരുപ്പടി കിട്ടും. കീടം മാറിയ വെള്ളിയിൽ നിന്നോ കീടം മാറിയ സ്വർണത്തിൽ നിന്നോ തട്ടാന് ഒരു ഉരുപ്പടി കിട്ടും. അതിനെ പിന്നെ ഷേപ്പ് വരുത്തിയാൽ മതി. ഷേപ്പ് വരുത്തുമ്പോൾ വില മാറും. പക്ഷെങ്കിൽ ഇതിനെ ഷേപ്പ് വരുത്തണമെങ്കിൽ, ഒരു ഉരുപ്പടിയായി കിട്ടണമെങ്കിൽ എന്ത് ചെയ്തേ പറ്റത്തുള്ളൂ? തീയിലിടണം. നമ്മൾ പലപ്പോഴും പറയും, കർത്താവേ, എന്നെ മാനിക്കണം, എന്നെ ഉയർത്തണം, എന്നെ അനുഗ്രഹിക്കണം, എന്നെ ഇന്ന രീതിയിലൊക്കെ എത്തിക്കണം. ഓക്കെ, ദൈവം പറയും, നല്ലതാ കുഞ്ഞെ. പക്ഷെങ്കിൽ നിന്നിൽ ചില കീടമുണ്ട്. നീ ഒരു നല്ല ഉരുപ്പടിയായി മാറണമെങ്കിൽ, നീ വിലയുള്ളതായി മാറണമെങ്കിൽ ഈ കീടം മാറണം. കീടം മാറ്റാൻ ഒറ്റ വഴിയേ ഉള്ളൂ, തീയിലിടുക. അഗ്നിശോധന ഇഷ്ടപ്പെടത്തില്ല. പക്ഷെങ്കിൽ ദൈവത്തോട് ഞാൻ എന്നെ മാനിക്കണമെന്ന് പറഞ്ഞെങ്കിൽ, എന്നെ ഉയർത്തണമെന്ന് പറഞ്ഞെങ്കിൽ, ദൈവത്തിന് നിങ്ങളെ ഉയർത്താൻ വേറെ വഴിയില്ല, നിന്നെ തീയിലിട്ടേ പറ്റത്തുള്ളൂ. അഗ്നിശോധനയിലൂടെ കടന്നു പോകുമ്പോൾ നിരാശയുടെ വാക്ക് പറയരുത്. ഞാൻ ഒന്നുകൂടെ പറഞ്ഞോട്ടെ, യഹൂദ ബാലന്മാരെ കൈകാലുകൾ ബന്ധിച്ച് നെബൂഖദ്നേസർ രാജാവ് തീച്ചൂളകളിലേക്ക് വലിച്ചെറിഞ്ഞപ്പം ഇവരുടെ മാറ്റു കൂടുകയായിരുന്നു.
3-ാം അധ്യായം വായിക്കേണ്ട ആ ഭാഗത്ത് എഴുതിയിട്ടുണ്ട്. ഇതിനു ശേഷമാണ് ഇവർക്ക് സംസ്ഥാനത്തെ കാര്യാദികളെ ഏൽപ്പിച്ചു കൊടുത്തത്. പ്രമോഷൻ കിട്ടിയത് അപ്പോഴാണ്. ഞാൻ ഒന്നുകൂടെ പറഞ്ഞോട്ടെ, ഈ തീയിൽ വീണോണ്ട് ഇവരോട് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്തോ പ്രയോജനമുണ്ടായി, നിങ്ങൾക്ക് എന്തോ നഷ്ടപ്പെട്ടു? അവർക്ക് പറയാൻ കഴിയും, ആരോ കുറെ കെട്ട് കെട്ടി, തീ ചെന്നപ്പം എൻ്റെ കെട്ടുപോയി, എനിക്ക് ഉയർച്ച കിട്ടി. യെസ്, ഹല്ലേലൂയ. ഞാൻ ആ വാക്ക് ആവർത്തിച്ച് പറഞ്ഞോട്ടെ. ചില അഗ്നിശോധനയിൽ ചില ബന്ധനങ്ങൾ അഴിഞ്ഞു മാറും. കൃപ, ദൈവകൃപ. അഗ്നിശോധനയെ നോക്കിക്കൊണ്ട് നിരാശയുടെ വാക്ക് വിളിച്ചു പറയാതെ പറ, കർത്താവേ, ശത്രു കെട്ടിയ ചില രോഗബന്ധനങ്ങൾ എൻ്റെ മനസ്സിൻ്റെ സ്വസ്ഥതയെ ഇല്ലാതാക്കാൻ വേണ്ടി ചെയ്തതായ ചില ബന്ധനങ്ങൾ അഴിഞ്ഞു മാറും. തീയിലൂടെ കടക്കുമ്പോൾ തീർന്നില്ല, എന്നെ ഉയർത്താൻ ഈ തീ ഒരു മുഖാന്തരമായി മാറി. കൃപ, ദൈവകൃപ, ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഈ നല്ലൊരു ഉരുപ്പടി ലഭ്യമാകണമെങ്കിൽ തട്ടാൻ ഇതിന് തീയിലിട്ടേ പറ്റത്തുള്ളൂ. ഈ തീയിലൂടെ കടന്നു പോകുമ്പോൾ, ഈ പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോൾ എനിക്കുണ്ടാകുന്ന നേട്ടം എൻ്റെ കീടം മാറുകയാ, എന്റിനുള്ള ഒറിജിനൽ പുറത്തു വരികയാ, ഞാനൊരു ഉരുപ്പടിയായി മാറുകയാ, ഇനി അതിനെ ഷേപ്പ് വരുത്തിയാൽ വിലയുള്ളതായി മാറുകയാ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ആത്മാവിലെ ദൂത് ഞാൻ ആവർത്തിച്ച് പറയുന്നു, ചില തീയിലൂടെ കടന്നു പോകുമ്പോൾ, അഗ്നിശോധനയുടെ നടുവിലൂടെ കടന്നു പോകുമ്പോൾ ധൈര്യത്തോടെ വിളിച്ചു പറ, ഞാൻ ഇല്ലാതാകത്തില്ല, പകരം എന്നിലുള്ള കീടമില്ലാതാകും. ഓ ഹല്ലേലൂയ. ഞാനൊരു ഉരുപ്പടിയായി മാറുകയാണ്. ദൈവത്തിന് പ്രയോജനമുള്ള ഒരു മാനപാത്രമാക്കി മാറ്റിയെടുക്കാനായിട്ട് ദൈവം എന്നെ തീയിലൂടെ കടത്തിവിട്ട് എന്റെ കീടത്തെ ഇല്ലാതാക്കുന്ന പ്രോസസ്സിനായി കർത്താവേ, ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. കൃപ, ദൈവകൃപ. അടുത്ത ഭാഗം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നമുക്കറിയാമല്ലോ, ഈ തീയിലൂടെ കടന്നു പോകുമ്പോൾ നോർമൽ കേസിൽ കീടമില്ലാതാകും. ശോധനയിലൂടെ കടന്നു പോകുമ്പോൾ ഒരു നല്ല ശതമാനം പേരും ദൈവത്തോട് അടുക്കും, ദൈവത്തോട് കൂടുതൽ പ്രാർത്ഥിക്കും, ദൈവത്തെ ആരാധിക്കും, അവരുമായി ദൈവവുമായിട്ടുള്ള ബന്ധം വർദ്ധിക്കുന്നതനുസരിച്ച് ദൈവം അവരെ ഉയർത്തും. എക്സാമ്പിൾ ഇയ്യോബ് തന്നെ. ആ ശോധനയിലൂടെ കടന്നുപോയി, എല്ലാം ഡബിളായി, ദൈവം തന്നെ ഉയർത്തി. എന്നാൽ ഇതിൻ്റെ റിവേഴ്സ് ആക്ഷനും പലപ്പോഴും സംഭവിക്കാറുണ്ട്. തീയിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നവരുമുണ്ട്. ദിവസം പഠിച്ചു വന്നാൽ ഒത്തിരി പേരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ ശോധനയിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ പറഞ്ഞ ഒരു നല്ല ശതമാനവും ദൈവത്തിന്റെ ശോധനയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അന്നേരം പെരുവർത്തെങ്കിൽ പോലും പിടിച്ചു നിന്നവർ നാളുകളിൽ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ചില വ്യക്തികളെ തീയിലൂടെ കടത്തിവിടുമ്പോൾ അവർ പിന്മാറിപ്പോകാനുള്ള സാധ്യതകളുണ്ട്. ഞാനൊരു വാക്യം മാത്രം ഉറപ്പിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. യിരെമ്യാ പ്രവചനം 6-ാം അധ്യായത്തിൻ്റെ 27 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. ആ വാക്യം ഇംഗ്ലീഷിലൂടെ ഒന്ന് വായിക്കണം. ജെറമ്യാ ചാപ്റ്റർ 6 വേഴ്സ് 27 to 32. I have set you as an asir and a fortress among my people, that you may know and test their way. They are all stubborn rebels, walking as slanders. They are bronze and iron. They are all corrupters. The bellows blow fiercely. The lead is consumed by the fire. The snutter refines in vain, for the wicked are not drawn off. People will call them rejected silver, because the Lord has rejected them. അവിടെ പറയുന്ന ഭാഗം പറഞ്ഞ് ഞാൻ മുന്നോട്ട് പോയി എൻ്റെ വാക്ക് അവസാനിപ്പിക്കാം. ശോധനയിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ പറഞ്ഞു, നല്ലൊരു ശതമാനം പേരും ദൈവത്തോട് അടുക്കും, ദൈവം അവരെ മാനിക്കും. എന്നാൽ ഇവിടെ ഒരു ഗ്രൂപ്പിനെ കുറിച്ച് പ്രവാചകൻ യിരെമ്യാവ് പറയുകയാണ്. നമുക്കറിയാം, ഇസ്രായേലിൻ്റെ ചരിത്രമാണ്. 27-ാം വാക്യത്തിൽ അവിടെ പറഞ്ഞതുപോലെ, നീ എൻ്റെ ജനത്തിൻ്റെ നടപ്പ് പരീക്ഷിച്ചറിയേണ്ടതിന് അവരുടെ മാറ്റുനോക്കുന്നവരുമാക്കി വെച്ചിരിക്കുന്നു. ഇവരെ പരീക്ഷിക്കേണ്ടതിന്
ഒരു സൂപ്പർവൈസറായിട്ട് ദൈവം ഒരമ്മ അവനെ അവിടെ ആക്കി. അടുത്ത വാചകത്തിൽ ദൈവം അവരെക്കുറിച്ച് പറയുകയാണ്, ഇസ്രായേലിനെ കുറിച്ച് പറയുകയാണ്, അവരെല്ലാവരും മഹാമത്സരികൾ, നോർമൽ മത്സരമല്ല, മഹാമത്സരികൾ, നുണ പറഞ്ഞ് നടക്കുന്നവർ, അത് ചെമ്പും ഇരുമ്പും അത്ര എന്ന് പറഞ്ഞാൽ ഒരു വചനവും ഉള്ളിലേക്ക് കയറത്തില്ല. ഹൃദയം കഠിനപ്പെട്ടു പോയി. അവരുടെ ഹൃദയം മാംസളമല്ല, ചെമ്പും ഇരുമ്പും പോലെ അവരുടെ ഹൃദയമായി. അവരെല്ലാവരും വഷളത്വം. ഇനി ഒരു മിനിറ്റ് നിർത്തണേ. ഈ ഗ്രൂപ്പിനെ നോക്കിക്കൊണ്ട് പറയുകയാണ്, ഇവരെ ഒന്ന് ശുദ്ധീകരിക്കാൻ ശ്രമിക്കുക. ഇസ്രായേലിനെ ദൈവത്തിൽ നിന്ന് അകന്നു പോയ ആ ജനത്തെ ശുദ്ധീകരിക്കാനായിട്ട് ഈ പരിശോധനയിലൂടെ കടത്തിവിടുന്നു. പരിശോധനയിലൂടെ കടത്തിവിടുമ്പോൾ 29 വാക്യത്തിൽ തുരുത്തി ഊതുന്നു. അങ്ങനെയെങ്കിൽ നേരത്തെ പറഞ്ഞ ചിന്തയിലേക്ക് തന്നെ വരിക. ഈ വെള്ളിയോ ചെമ്പോ ഇരുമ്പോ സ്വർണമോ എന്തുമാകട്ടെ, ഇതിനെ തീയിലിട്ടു. ആ തീയിൽ വെച്ചുകൊണ്ട് കൊല്ലൻ അഥവാ ആ പണിക്കാരൻ, സ്വർണ്ണപ്പണി എന്തുമാകട്ടെ, അവർ ഊതുന്നു. അടുത്ത വാചകം, ഊതുമ്പോൾ തീയിൽ നിന്ന് വരുന്നത് ഈയമത്രേ. വളരെ ഗൗരവത്തോടെ ആ ഭാഗം ശ്രദ്ധിക്കണം. ഈ പണിക്കാരൻ ഈ ഉരുപ്പടിയിൽ നിന്നും കീടത്തെ മാറ്റാനായിട്ട് തീയിട്ടിട്ട് ഊതിക്കത്തിക്കുമ്പോൾ കീടം പോകുന്നതിന് പകരം പോകുന്നത് എന്തുവാ? ഈയം പോവുക, മാറ്റി നഷ്ടപ്പെടുക. കീടം അവിടെ തന്നെയുണ്ട്. അടുത്ത വാചകം കൂടെ വായിച്ചു. ഊതിക്കഴിക്കുന്ന പണി വെറുതെ. വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. ശോധന ചെയ്യുക. ശോധന ചെയ്തപ്പോൾ കീടം പോകേണ്ടതിന് പകരം ഇപ്പം എന്തുവാ പോകുന്നത്? ഈയം പോവുക. കീടം അവിടെ ഉണ്ട്. ഊതിക്കഴിക്കുന്ന പണി ദൈവം പറയാം വെറുതെയാ. ഊതിക്കഴിക്കുമ്പോൾ ഈയമാ പോകുന്നത്, കീടം പോകുന്നില്ല. കീടം അവിടെ ഇരിപ്പുണ്ട്. നോർമൽ കേസിൽ സംഭവിക്കേണ്ടതെന്തോ? ഊതിക്കഴിക്കുമ്പോൾ കീടം പോകണം. പക്ഷെങ്കിൽ ഇവിടെ സംഭവിച്ചതോ? ഈയം പോകുന്നു. അടുത്ത വാചകം കൂടെ വായിച്ചു. ഊതിക്കഴിക്കുന്ന പണി വെറുതെ. ഇംഗ്ലീഷിൽ ചില ട്രാൻസ്ലേഷൻ ഒന്ന് വായിച്ചാൽ നമ്മളെ. ഇംഗ്ലീഷിലെ അല്ല, 29 മാത്രം വായിച്ചാൽ മതി. The bellows blow fiercely. The lead is consumed by the fire. The smelter refines in vain. For the wicked are not drawn off. Wicked. ചില ട്രാൻസ്ലേഷൻ കൊടുത്തിരിക്കുന്നത് വിക്കറ്റ്നസ്. അതായത് ഈ ശോധന കൊണ്ട് ദുഷ്ടത മാറിപ്പോകുന്നില്ല. ഇനി അല്പം കൂടെ വ്യക്തമാക്കട്ടെ. എൻ്റെ ആത്മീയമോ മാറിപ്പോകുന്നു, എന്നിലുള്ള ദൈവികത മാറിപ്പോകുന്നു, എന്നിലുള്ള ദുഷ്ടത മാറിപ്പോകുന്നില്ല. അപ്പം ദൈവം തീയിലിട്ടത് എന്തിനാ? എൻ്റെ ദുഷ്ടത പോകാനാ, കീടം പോകാനാ. നമ്മൾ ഓർക്കണം, ദൈവം ഒരിക്കലും എൻ്റെ ആത്മീയത, ദൈവിക ബോധം നഷ്ടമാക്കാൻ വേണ്ടി എന്നെ തീയിലിടത്തില്ല. പക്ഷെങ്കിൽ ദൈവം എന്നെ തീയിലിട്ടപ്പോൾ എൻ്റെ ദുഷ്ടത മാറേണ്ടതിന് പകരം ഇപ്പോൾ മാറുന്നത് എന്താ? ആത്മീയതയാണ്. നമ്മൾ വളരെ ഗൗരവത്തോടെ ഓർക്കണം. ചില ശോധനയുടെ നടുവിൽ ഇനി ദൈവം വേണ്ട, പ്രാർത്ഥന വേണ്ട, ആരാധന വേണ്ട, ആത്മീയം വേണ്ട എന്നൊരു വ്യക്തി പറയുമ്പോൾ ഓർത്തോണം, ഈ ശോധന നിന്നെ ആത്മീയനാക്കാനാണ്. പക്ഷെങ്കിൽ സംഭവിക്കുന്നത് നിന്റെ ദുഷ്ടത വർദ്ധിക്കുക. നിന്റെ ദുഷ്ടത പോകേണ്ടതിന് ചെയ്യുമ്പോൾ ദുഷ്ടത പോകേണ്ടതിന് പകരം ആത്മീയത പോയാൽ, വായിച്ചോളൂ അടുത്ത വാക്യം കൂടെ വായിച്ചു. അതുകൊണ്ട് യഹോവ അവരെ ത്യജിച്ചു കളഞ്ഞിരിക്കുന്നത് കൊണ്ട് മതി. ദൈവം അതിനൊരു പേരിട്ടു. ഇംഗ്ലീഷ് വായിച്ചത് റിജക്റ്റഡ് സിൽവർ. ദൈവം റിജക്റ്റ് ചെയ്തു, കുറെ പണിതു. പണിയുമ്പോൾ ദൈവം നോക്കുമ്പോൾ പൊക്കോണ്ടിരിക്കുന്നത് എന്തുവാ? ഈയം പോവുക. കീടം പോകുന്നില്ല, ദുഷ്ടത പോകുന്നില്ല, ആത്മീയം പോകുന്നു. ഉടനെ ദൈവം ഇതിനെ അങ്ങ് റിജക്റ്റ് ചെയ്തു, തള്ളിക്കളഞ്ഞു. മലയാളത്തിൽ കറക്കൻ വെള്ളി, ഇംഗ്ലീഷ് കൊടുക്കുന്ന റിജക്റ്റഡ് സിൽവർ. ദൈവം പറഞ്ഞു, ഇതിനെ ഞാൻ കളഞ്ഞേരെ, കൊള്ളത്തില്ല. ഇനിയും എന്തില്ല? ശോധനയില്ല, ഇനി പണിയില്ല. ദൈവത്തിനറിയാം, ഇനിയും പണിതാൽ ഉള്ളതൂടെ പോകും.
വളരെ ഗൗരവത്തോടെ ഒരു ദൂത് ഞാൻ പറയാം. എനിക്ക് ഒരു പ്രശ്നവും ഇല്ലെന്ന് ആരെങ്കിലും പറയുന്നെങ്കിൽ നിങ്ങൾ സൂക്ഷിച്ചോണം. റിജക്റ്റഡ് ലിസ്റ്റിലാണ്. റിജക്റ്റഡ് ആണെങ്കിൽ പിന്നെ അതേ പണിയാൻ പോകത്തില്ല. ദൈവം പണിയുന്ന എന്തിനാ? ഒരു ഉരുപ്പടി കിട്ടാനാ, പ്രയോജനപ്പെടാനാ. ചിലരൊക്കെ നമ്മുടെ ദൈവത്തിൻ്റെ കൃപയാൽ എല്ലാവരും ശോധനയിലൂടെയൊക്കെ കടന്നു പോകുന്നവരാ. കഴിഞ്ഞിടയ്ക്ക് ഒരാൾ പറഞ്ഞു, എത്ര കാലമായി പറയും എനിക്ക് ഒരു പ്രശ്നവുമില്ല, ഞാൻ ആരാന്ന് പറയും, ഞാൻ ഏറ്റവും അടുത്ത ക്ലോസ് ആളാണ്. ക്ലോസ് അല്ല, ദൈവം റിജക്റ്റ് ചെയ്തതാ, അതുകൊണ്ടാവും ശോധനയില്ലാതെ. മനസ്സിലാകുന്ന ഭാഷയും പറയാം. ഒരു സ്കൂളിൽ ഒരു കൊച്ചൻ തല്ലിപ്പൊളിയാണ്. പേരൻസിനെ വിളിച്ചു, പലതും നോക്കി, ഒരു രക്ഷയുമില്ല. ഒടുവിൽ മാനേജ്മെൻറ്റ് തീരുമാനിച്ചു ഇവനെ പുറത്താക്കുക. അവൻ പിറ്റേ ദിവസം രാവിലെ വീട്ടിൽ നിന്ന് ബുക്കും ഒക്കെ എടുത്തുകൊണ്ട് വന്ന് സ്കൂളിൻ്റെ ഗേറ്റിൽ നിൽപ്പുണ്ട്, അകത്ത് കയറാനൊക്കത്തില്ല. പരീക്ഷയ്ക്ക് പോകുന്ന പിള്ളേരോട് ചോദിച്ചു, എന്തുവാടാ ഇന്ന് പരീക്ഷയാണ്? എനിക്കൊരു പരീക്ഷയുമില്ല. ഇവനെന്നാ പരീക്ഷയില്ലാത്ത? മറ്റവന്മാർ വഴിക്ക് വെച്ചൊക്കെ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. വഴിക്ക് വെച്ചൊക്കെ വായിച്ചുകൊണ്ടൊക്കെ പോകും. ഗേൾസ് മിക്കവാറും ചെയ്യുമായിരിക്കും, ബോയ്സ് അങ്ങനെ കാണത്തില്ല. എനിവേ പഠിച്ച് തയ്യാറായി അങ്ങോട്ട് പോകുമ്പോൾ എടാ എന്തോ പരീക്ഷ? എനിക്കൊരു പരീക്ഷ നോക്കടാ, ഞാൻ നല്ല ഫ്രീ ആയിട്ട് നടക്കുക, നിനക്കൊക്കെ എന്നും പരീക്ഷ, എനിക്ക്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ഇവൻ ലിസ്റ്റിലില്ല. ലിസ്റ്റിൽ നിന്ന് ഔട്ടായവന് പരീക്ഷയില്ല. ദൈവമക്കളെ എന്നോട് ആവർത്തിച്ച് പറഞ്ഞോട്ടെ, ചില ശോധനയുടെ നടുവിൽ കീടം പോകാൻ ദൈവം ശോധന ചെയ്യുമ്പോൾ പോയാൽ ദൈവം പറയുന്നു റിജക്റ്റഡ്, ഞാൻ തള്ളിക്കളഞ്ഞു, എനിക്കിനി വേണ്ട. കാരണം ഇവനെ വീണ്ടും ഊതിക്കഴിക്കുമ്പോൾ ഇവനിലുള്ളതൂടെ പോവുകയെന്നല്ലാതെ ഇവന്റെ ദുഷ്ടത മാറുന്നില്ല. എന്ന് പകൽ ഞാൻ എൻ്റെ വാക്ക് ഇവിടെ അവസാനിപ്പിക്കും മുമ്പ് ദൈവമക്കളെ ആവർത്തിച്ച് പറഞ്ഞോട്ടെ, ദൈവം എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് പോകാനല്ല, എൻ്റെ കീടം പോകാനാണ്. ശോധന എനിക്ക് തരുന്നത് എന്നെ മറ്റുള്ള വ്യക്തിയാക്കി മാറ്റാനാണെന്നുള്ള തിരിച്ചറിവോട് ദൈവത്തോട് പറ, കർത്താവേ ഈ കീടം പോകാനുള്ള ശോധനയ്ക്കായി സ്തോത്രം. ഞാൻ അതിനുവേണ്ടി എന്നെ തന്നെ സമർപ്പിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ഏൽപ്പിച്ചു കൊടുക്കാമെങ്കിൽ എന്നിലെ കീടം മാറും, ഞാൻ മറ്റുള്ള വ്യക്തിയായി മാറും. ദൈവം എന്നെക്കുറിച്ച് അത് ആഗ്രഹിക്കുന്നുണ്ട്. നമുക്ക് നമ്മെ ഒന്ന് പരിശോധിച്ച് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. ഞാൻ ആ ഭാഗം ഒന്നുകൂടെ ആവർത്തിക്കുന്നു. ഒരു വേദനയുമില്ല, ഒരു പ്രശ്നവുമില്ല, ഒരു ശോധനയുമില്ല, സുഖകരമായ ജീവിതമെന്ന് പറയുന്നെങ്കിൽ ദൈവമക്കളെ ആ വിഷയത്തെ ഓർത്തൊന്ന് സ്തോത്രം ചെയ്തോണം, ഒന്ന് പരിശോധിച്ചോണം. കർത്താവേ ഞാൻ ലിസ്റ്റിലില്ലേ, എനിക്കൊരു പരീക്ഷയുമില്ലല്ലോ, ഞാൻ ലിസ്റ്റിൽ നിന്ന് ഔട്ടായോ? കൃപ, ദൈവകൃപ. ഈ ലോകത്തിൽ ചിലപ്പോൾ പബ്ലിക്കായിട്ട് പറഞ്ഞായിരിക്കും സ്കൂളിൽ നിന്ന് പറഞ്ഞു വിടുന്നത്. പക്ഷെ ദൈവത്തിൻ്റെ ലിസ്റ്റിൽ ഒരുപക്ഷെ നമ്മൾ അറിയുന്നില്ല, ഞാൻ റിജക്റ്റഡ് ആയോ ഇല്ലയോ എന്നുള്ളത് ഞാൻ അറിയുന്നില്ല. പക്ഷെ ഒരു കാര്യം തിരിച്ചറിഞ്ഞോണം, പരീക്ഷയില്ല, എനിക്ക് ശോധനയില്ല, ഞാൻ ഫ്രീ ആണെങ്കിൽ എന്നെ ദൈവം റിജക്റ്റ് ചെയ്തു. കറക്കൻ വെള്ളി എന്ന് പേരാകും റിജക്റ്റഡ് സിൽവർ. ലാസ്റ്റ് 30 വേഴ്സ് ഒന്നിരുന്ന് വായിച്ചേ, അവിടെ 2 പദം പറയുന്നുണ്ട്. മലയാളത്തിലുള്ള അല്പം ഇംഗ്ലീഷിലെ ഭാഗം വായിച്ചേ. People will call them rejected silver because people will call them rejected silver. ആൾക്കാർ പറയും ഇതെന്തുവാ? റിജക്റ്റഡാ. because the Lord has rejected them. ദൈവം റിജക്റ്റ് ചെയ്തു. എങ്ങനെ റിജക്റ്റഡ് സിൽവർ ആയത്? ബിക്കോസ് ഗോഡ് ഹാസ് റിജക്റ്റഡ്. ദൈവം തള്ളിക്കളഞ്ഞാൽ ആരൊക്കെ ചേർക്കാൻ നോക്കിയാലും നടക്കത്തില്ല. നമുക്ക് ദൈവസന്നിധിയിൽ വലിയ സമർപ്പണത്തോടൊന്ന് പ്രാർത്ഥിക്കാം. ഇനി ഒരു ഭാഗം കൂടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിച്ചെങ്കിൽ പെട്ടെന്നൊരു ചിന്തയോടെ പറഞ്ഞ് അവസാനിപ്പിച്ചേക്കാം. ഞാൻ പറഞ്ഞല്ലോ, റിജക്റ്റഡിന് ഇനി സാധ്യതകളില്ല. പക്ഷെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്നവർക്ക് എന്തിനായി ശോധന? വീണ്ടും ആ സങ്കീർത്തനത്തിൽ ഒന്നുകൂടെ മടങ്ങി വരാമോ? 10, 11, 12 വാക്യങ്ങളൊന്ന് വായിച്ചു. 10 വട്ടം വായിച്ചോ. ദൈവമേ നീ ഞങ്ങളെ പരിശോധിച്ചിരിക്കുന്നു. ദൈവം വെള്ളി ഊതിക്കഴിക്കുന്ന പോലെ ഊതിക്കഴിച്ചു. അടുത്ത വാക്കുകൾ വളരെ ഗൗരവത്തോടെ ശ്രദ്ധിച്ചോണം. ഒരു മിനിറ്റ് നിർത്തണേ. ഈ ദൈവത്തിൻ്റെ ചില പ്രോസസ് പദ്ധതികൾ തിരിച്ചറിയണം. ദൈവം ഇപ്പം എന്തോ ചെയ്തെന്നാണ് പറഞ്ഞേക്കുന്നത്? അതെന്തൊരു ദൈവമോ? നമ്മുടെ പ്രാർത്ഥന എന്തുവാ? ദൈവമേ വലയിൽ നിന്നൊക്കെ
അപ്പം വിടുവിക്കണമേ എന്ന് പറഞ്ഞ് ശത്രുവിൻ്റെ വലയിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിച്ച വ്യക്തി ഇപ്പം ആരും കൊണ്ട് വലയെ ചാടിച്ചെന്നാ? അങ്ങനെയല്ലേ വായിച്ചത്? ദൈവമേ, വായിച്ചോ? ദൈവമേ, നീ ഞങ്ങളെ വലയിൽ അകപ്പെടുത്തി. ദൈവം എൻ്റെ മുതുകത്ത് വലിയ ഭാരം. ദൈവമേ, ഇതെന്തൊരു ഇടപാടാ? വലയെ കൊണ്ട ചാടിച്ചു, തീർന്നില്ല, എൻ്റെ മുതുകത്ത് വലിയ ഭാരം വെച്ചു. അടുത്തത് ദൈവം കാണിക്കുന്ന പരിപാടികളൊക്കെ കണ്ടോ? മനുഷ്യരെ എൻ്റെ തലയിൽ കയറി, നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞാൽ തലയിൽ കയറി അങ്ങ് നിരങ്ങുക. ഇതാരാ വരുത്തിയത്? ദൈവമാ, പിശാചല്ല. ദൈവമേ, നീ ഞങ്ങളെ വലയിൽ അകപ്പെടുത്തി. ഞങ്ങൾ വലയിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കുമ്പോൾ ദൈവമേ, ശത്രുവിൻ്റെ വലയൊക്കെ കണ്ട് വെട്ടിത്തിരിഞ്ഞ് മാറിയൊക്കെ പോകുമ്പം നീ തന്നെ കൊണ്ടുവന്ന് വലയെ ചാടിച്ചു. ഭാരത്തിൽ നിന്ന് ഒഴിവാകാൻ ഞങ്ങൾ നിൽക്കുമ്പോൾ ദൈവമേ, നീ ഞങ്ങളുടെ മുതുകത്തൊരു ഭാരം കൊണ്ട് വെച്ചു. ഇനി മനുഷ്യൻ ഞങ്ങളുടെ തലയിൽ കയറി നിരങ്ങുന്ന കർത്താവേ, വഴിയെ പോകുന്നവരും അവരും ഇവരും ഒക്കെ വേണ്ടാത്തതും അതും ഇതുമൊക്കെ പറഞ്ഞ് എൻ്റെ തല മത്ത് പിടിപ്പിക്കുന്നു. അടുത്തത് ദൈവമേ, ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടൊക്കെ കടക്കേണ്ടി വന്നു. ഇതൊക്കെ വരുത്തിയത് ദൈവമാണ്. എന്തിനാ? അടുത്ത വാചകം പറയുന്നുണ്ട്. മതി, എന്തിനാ ദൈവം ഇതൊക്കെ ചെയ്ത? എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് വരണമെങ്കിൽ ദൈവം പറഞ്ഞു ഈ വഴി കൂടെ പോയാൽ പറ്റത്തുള്ളൂ. ഇന്ന് പകൽ ദൈവമക്കളെ, ഞാൻ എൻ്റെ വാക്ക് ഇവിടെ അവസാനിപ്പിച്ചോട്ടെ. സമൃദ്ധിയിലേക്ക് നടത്താൻ ദൈവം എന്നെ ശോധന ചെയ്യും. എന്നെ ശോധന ചെയ്യുമ്പോൾ അത് ഊതിക്കഴിക്കും. വെള്ളി ഊതിക്കഴിക്കുന്നത് പോലെ കീടം മാറുന്നത് വരെ ഊതിക്കഴിച്ചുകൊണ്ടിരിക്കും. ആ ദൈവം ചിലപ്പോൾ എന്നെ വലയിൽ അകപ്പെടുത്തും. എൻ്റെ മുതുകത്ത് ഭാരം വയ്ക്കും. മനുഷ്യരെ എൻ്റെ തലമേൽ കയറി ഓടിക്കുമാറാക്കും. തീയിലും വെള്ളത്തിലും കൂടെ കടക്കേണ്ടി വരും. എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നു. ഒരു നിമിഷം കണ്ണുകൾ മറയ്ക്കാമോ? ദൈവം കേൾപ്പിച്ചുകൊണ്ട് ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്യാമോ? കൃപ, ദൈവകൃപ, ഹല്ലേലൂയ. ചില ശോധനയെ നോക്കിക്കൊണ്ട്, ഞാൻ പറഞ്ഞല്ലോ ആരംഭത്തിൽ വേദനയുണ്ടാകാം, എന്നാൽ അവസാനത്തെ നോക്കിക്കൊണ്ട് പറ, സമൃദ്ധിയിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം വെച്ച വഴിയായത്. റൂട്ട് മാറിപ്പോകല്. നീ ബൈപ്പാസ് എടുത്ത് പോകരുത്. ഈ റൂട്ടിൽ കൂടെ തന്നെ പോയേ പറ്റത്തുള്ളൂ. കാരണം നിന്നെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം ചിലപ്പോൾ വലയിൽ അകപ്പെടുത്തും. ഓ ഹല്ലേലൂയ. ഒന്നുകൂടെ കടന്നു പറയട്ടെ, ശത്രുവിന്റെ വലയിൽ നീ അകപ്പെടുമെന്ന് കണ്ടപ്പോൾ ആ വലയിൽ അകപ്പെടാതെ നിന്നെ രക്ഷിപ്പാനായിട്ട് എൻ്റെ കർത്താവ് നിന്നെ പ്രത്യേക വഴിയിലൂടെ കൊണ്ടുപോകേണ്ടതിന് ദൈവത്തിന്റെ വലയിൽ അകപ്പെടുത്തുമ്പോൾ സ്തോത്രം ചെയ്തുകൊണ്ട് പറ, എന്നെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവരുവാൻ എൻ്റെ ദൈവം ചെയ്ത പദ്ധതിക്കായി ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. കൃപ, ദൈവകൃപ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽ ഒരു നിമിഷം ദൈവമക്കളെ ദൈവകരമൊക്കെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഈ വചനത്തിന് മുമ്പാകെ ഒന്ന് ധ്യാനത്തോട് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ പറ്റുമോ? കർത്താവേ, ഞാൻ കറക്കം വെള്ളിയാകാനിട വരരുത്. ഞാൻ റിജക്റ്റഡ് ആകാനിട വരരുത്. ചില ശോധനയുടെ നടുവിൽ കർത്താവേ, എന്റെ ദൈവികത മാറിപ്പോകാൻ ഇടവരരുത്, എന്റെ ആത്മീയത മാറിപ്പോകാൻ ഇടവരരുത്. പകരം എന്റെ ദുഷ്ടത മാറി കർത്താവേ പ്രയോജനമുള്ളതായി മാറാനായിട്ട് ദൈവം വരുത്തുന്ന ചില ശോധനകളുടെ നടുവിൽ, തീയുടെ നടുവിൽ കർത്താവേ, തട്ടാന് തീയിലൂടെ ഒരു ഉരുപ്പടി കിട്ടും, കീടം മാറുന്നത് പോലെ ഈ ദിവസങ്ങളിലെ ചില ശോധനയുടെ നടുവിൽ കർത്താവേ, എന്റെ കീടം മാറി നല്ല ഒരു മാനപാത്രമാകാൻ എന്നെ ഒരുക്കുന്നതിനായി ഞാൻ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കൃപ, ദൈവകൃപ. ഞാൻ ആ വാക്കൊന്നുകൂടെ പറഞ്ഞ് അവസാനിപ്പിച്ചോട്ടെ. ഇതെല്ലാം ദൈവം ചെയ്തത് എന്തിനാ? എങ്കിലും നീ ഞങ്ങളെ, ആ വാക്കൊന്ന് ചേർന്ന് പറയാമോ? എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഉറക്കെ ഒന്ന് പറഞ്ഞു, ധൈര്യത്തോട് പറ. ചില ശോധനയൊക്കെ ഉണ്ട്, വേദനയുണ്ട്. ഇത് എല്ലാം സംഭവിച്ചത് സമൃദ്ധിയിലേക്ക് കൊണ്ടുവരാനാ. ആ ബോധ്യമുള്ളവർ ഒരുമിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. ശോധനയുടെ നടുവിൽ തന്നെ സ്തോത്രം പറഞ്ഞ് തുടങ്ങിക്കോ.
എല്ലാം കഴിഞ്ഞിട്ട് നന്മ കണ്ടിട്ട് സമൃദ്ധി കണ്ടിട്ട് സ്തോത്രം ചെയ്യാൻ നോക്കി നിൽക്കണ്ട. ഇന്നത്തെ വേദനയുടെ നടുവിൽ തന്നെ അങ്ങ് സ്തോത്രം പറഞ്ഞു. കർത്താവേ, ഈ വേദനയുണ്ട്, ശോധനയുണ്ട്, കഷ്ടതയുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, ദുരിതമുണ്ട്. കർത്താവേ, ഞങ്ങൾ ചിന്തിക്കാത്ത രീതിയിൽ പലരും ഞങ്ങൾക്കെതിരെ വേണ്ടാത്തതൊക്കെ പറയുന്നുണ്ട്, അപവാദം പറയുന്നുണ്ട്, തലയിൽ കയറി നരങ്ങുന്നുണ്ട്. കർത്താവേ, വലയിൽ അകപ്പെടുത്തുന്നുണ്ട്, മുതുകത്ത് ഭാരമുണ്ട്. കർത്താവേ, എങ്കിലും സമൃദ്ധിയിലേക്ക് വരുത്താനായിട്ട് അങ്ങ് ചെയ്ത പദ്ധതിക്കായി ഇന്ന് പകൽ ഞാൻ നന്ദി പറയുന്നു. ആ ബോധ്യമുള്ളവർ ഒരുമിച്ച് അല്പസമയം കരങ്ങൾ അടിച്ച് ദൈവത്തിന് നന്ദി കരേറ്റിക്കൊണ്ട് സ്തോത്രം ചെയ്താട്ട്, കർത്താവേ, നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവരുന്ന ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ, അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽ കർത്താവേ ഞങ്ങൾ ജയമെടുക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ, കൃപ ദൈവ കൃപ, ഹല്ലേലൂയ. നമുക്ക് ആ ദൈവത്തോട് ഇങ്ങനെയൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ ശോധനയിൽ കീടം മാറണം, ഈയം മാറരുത്. കീടം മാറിയാൽ നല്ലൊരു ഉരുപ്പടിയാകും. കീടം നിലനിന്നുകൊണ്ട് ഈയം മാറിയാൽ ഞാൻ ദൈവത്തിന്റെ മുമ്പാകെ തള്ളപ്പെട്ടവനായി മാറും. ദൈവം വിളിച്ചത് തള്ളാനല്ല, ചേർക്കാനാണ്. ദൈവം വിളിച്ചത് എടുത്തു കളയാനല്ല, മാനിച്ച് ഉയർത്താനാണ്. ഈ ദിവസങ്ങൾ അത് അനുഭവിപ്പാൻ നമുക്കിടയാകട്ടെ. അതിനുവേണ്ടി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. വലിയവനായ കർത്താവ് അതിനിടയാകട്ടെ. ഈ വചനം എന്നൊരു മുഖാന്തരമാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു.